രാമേന്ദ്ര സാറേ, ഈ അജ്ഞാതർ ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയി ഇന്ത്യയുടെ ശത്രുക്കളെ കൊല്ലുന്നുണ്ട്. എന്നാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്ത്യക്കകത്തേക്ക് ഈ അജ്ഞാതനെന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ കുറേ ആളുകളെ തീർക്കേണ്ട മഹാ ഇന്ത്യാവിരുദ്ധരായ ആളുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും അജ്ഞാതൻ ഇന്ത്യക്കകത്ത് വന്നിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ അജ്ഞാതൻ ഒരു പ്രധാനപ്പെട്ട ആളെ വെടിവെച്ചതായിട്ട് ചരിത്രത്തിലുണ്ട്. സഞ്ജയ് ഗാന്ധിയെ. സഞ്ജയ് ഗാന്ധിയോ? ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയെ അടിയന്തരാവസ്ഥ കാലത്ത് ഉത്തർപ്രദേശിൽ വെടിവെച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ആണല്ലോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. നിർബന്ധിത വാസക്ടമി, കുടുംബാസൂത്രണം എന്നൊക്കെ പറഞ്ഞ് ചേരികൾ ഇടിച്ച് നിരപ്പാക്കൽ, ഇങ്ങനെയൊക്കെ സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. വെടിവെച്ചതിന് അതായിരിക്കില്ലേ കാരണം. അതായത് വിനോദ് മേത്ത ദ സഞ്ജയ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് സഞ്ജയ് ഗാന്ധിയെ പറ്റി. ആ കാലത്ത് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ലാതെ മാരുതി എന്ന് പറഞ്ഞിട്ട് കാറുണ്ടാക്കാനായിട്ടുള്ള കമ്പനിയൊക്കെ തുടങ്ങി. അതിൻ്റെ നോഹവ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങേർക്ക്. പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് അത് മാരുതി ഉദ്योग ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനി, ഇതുമായിട്ട് ബന്ധമില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ ആയിട്ട് തുടങ്ങിയതല്ലേ, സർക്കാർ കമ്പനി ആയിട്ടായിരുന്നില്ലേ മാരുതി? അത് സഞ്ജയ് ഗാന്ധി MD ആയിട്ട് തുടങ്ങിയൊരു കമ്പനിയാണ്, മറ്റേ സർക്കാർ കമ്പനിയല്ല അല്ലേ. പിന്നീട് ദുഷ്പേരുണ്ടായല്ലോ. ആ കാലത്ത് ഞാൻ ഇന്ത്യ ടുഡേയിലൊക്കെ ധാരാളം ഇതിനെപ്പറ്റി വായിക്കുന്നുണ്ട്. അവരാണ് ശരിക്കും ബിസിനസ് ജേർണലിസമൊക്കെ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഈ സഞ്ജയ് ഗാന്ധിയുടെ ഈ മാരുതിയെ പറ്റിയൊക്കെ എഴുതിയിട്ട് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. അപ്പോൾ അങ്ങേര് അതിൽ കംപ്ലീറ്റ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനൊരു പുതിയ മുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഈ മാരുതി ഉദ്योग ലിമിറ്റഡ് എന്ന് പറഞ്ഞ വേറെ കമ്പനി ജപ്പാൻ്റെ സഹകരണത്തോടു കൂടി മാരുതി സുസുക്കിയായിട്ട് ചേർന്നിട്ട് മാരുതി സുസുക്കി എന്ന് പറഞ്ഞാൽ. അല്ല, അപ്പോൾ ഈ ഇനിഷ്യലി മാരുതി എന്ന് പറയുന്ന കമ്പനി സഞ്ജയ് ഗാന്ധി ഫ്ലോട്ട് ചെയ്ത കമ്പനിയാണ് ചെറിയ കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നീട് ഈ ടാറ്റയൊക്കെ ചെറിയ കാറുകൾ നാനോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ചെറിയ വിലയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ എന്നുള്ള കൺസെപ്റ്റായിരുന്നു. പക്ഷെ സഞ്ജയ് ഗാന്ധിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കാർ നിർമ്മാതാക്കളോടൊന്നും ചർച്ചയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പലരോടുമൊക്കെ പരാജയത്തിന് ശേഷം അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ആയിട്ടാണ് ചില കമ്പനികളൊക്കെ ആയിട്ട് ക്രിസ്ലർ അങ്ങനത്തെ കമ്പനികളൊക്കെ ആയിട്ട് പോയി ചർച്ച നടത്തിയതായിട്ടൊക്കെ കാണുന്നത്. അങ്ങേരെ മറ്റേ നിർബന്ധ കുടുംബാസൂത്രണ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ, വാസക്ടമി പരിപാടികൾ. ഒരു ദിവസം ജഗ്മോഹൻ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് ജഗ്മോഹൻ്റെ കൂടെ ഈ ഓൾഡ് ഡൽഹിയിൽ തുർക്ക്മാൻ ഗേറ്റ് ആ പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഈ ജുമാ മസ്ജിദ് ശരിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുമ്പിൽ മുഴുവൻ ചേരികളാണ്. ഇപ്പോഴും നമ്മൾ ഓൾഡ് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അന്ന് ഈ ചേരി പ്രദേശങ്ങൾ കൊണ്ട് ഇത് മൂടിയിരിക്കുകയാണ് ജുമാ മസ്ജിദ്. അടിയന്തരാവസ്ഥയല്ലേ, വല്ല പ്രയാസമുണ്ടോ? ഇങ്ങനെ 70,000 പേരെ ഒഴിപ്പിച്ചു. അങ്ങനെ ഒഴിപ്പിക്കുമ്പോൾ തുർക്ക്മാൻ ഗേറ്റ് ഒഴിപ്പിക്കുമ്പോൾ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അവർ മുഴുവൻ ഇത് തടയാനൊക്കെ ശ്രമിച്ചു. പോലീസ് വെടിവെച്ചു. 150 പേര് കൊല്ലപ്പെട്ടു. 150 പേരോ? ഒന്ന് ആലോചിച്ച് നോക്കും. അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ ഈ അടിയന്തരാവസ്ഥയുടെ കഥകൾ പറഞ്ഞതിലും ഇത് വന്നിട്ടുണ്ടാവില്ല. 150 പേര് അതിൽ കൊല്ലപ്പെട്ടു. അല്ല, ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി നേതാക്കന്മാർ പറയുന്നത് മോദിയും അടിയന്തരാവസ്ഥ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ മോദിയുടെ കാലത്ത് 150 പേരെ എവിടെ വെടിവെച്ചു? എന്ത് സംഭവിച്ചിരിക്കുന്നു? മറ്റേ ഗുജറാത്തിൽ പോലും ഉണ്ടായിട്ടില്ല. 1976 ഏപ്രിൽ 13-നാണത്. മറ്റേ വെടിവെക്കുന്നത് പിന്നെയും 2-3 മാസം കഴിഞ്ഞിട്ടാണ്. 1976 ഏപ്രിൽ 13. അത് കഴിഞ്ഞ് ഈ ഇതിലൊക്കെ ഈ പറഞ്ഞ ഡേറ്റിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. സഞ്ജയ് ഗാന്ധിയുടെ അത് ഇത് കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെയായിരിക്കും കാരണങ്ങൾ നമ്മൾ ഊഹിക്കണം. IB മിനിസ്റ്ററായിരുന്ന ഗുജറാൾ ഈ സഞ്ജയ് ഗാന്ധിയുടെ ഏർപ്പാടുകളിലൊക്കെ മനമെടുത്തിട്ട് രാജിവെക്കുന്നുണ്ട് ആ സമയത്ത്. അത് കഴിഞ്ഞ്
ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ വന്നിട്ട് പാടില്ല എന്ന് കിഷോർ കുമാർ പറഞ്ഞു. അന്നത്തെ വലിയ ഗായകനാണ് അദ്ദേഹം, ഹിന്ദി. ഇന്നത്തെയും അപ്പോൾ ഈ കിഷോർ കുമാറിന്റെ പാട്ടുകളുണ്ടല്ലോ ആകാശവാണിയിൽ വെക്കുന്നത് നിരോധിച്ചു. അതെന്തിനാ? സഞ്ജയ് ഗാന്ധി പറഞ്ഞിട്ട് കേട്ടില്ല, യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചില്ല. അത് ശരി. നടന്ന സംഭവം ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത്. കിഷോർ കുമാറിന്റെ പാട്ട് ആകാശവാണിയിൽ വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് തരത്തിലാണ് ഇത്. ഏതൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ തല്ലിപ്പൊളി, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉഗാണ്ടയിലൊക്കെ നടക്കുന്ന പോലത്തെ സംഭവങ്ങളാണ് ഈ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയെ ആരെങ്കിലും വെടിവെച്ച വിവരം നമുക്ക് അറിയേയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2013 10 കൊല്ലം മുമ്പ് മാത്രമാണ് വിക്കിലീക്സ് വഴിയാണ് ഇത് പുറത്തു വന്നത്. ആ വിക്കിലീക്സിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1976 ഈ അമേരിക്കൻ എംബസി അങ്ങോട്ടയച്ച കേബിളുകൾ ചിലത് പ്രസിദ്ധീകരിച്ചു വിക്കിലീക്സിൽ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജയ് ഗാന്ധിക്ക് ഇതാ ഇപ്പോൾ വെടിയേറ്റു, അജ്ഞാതൻ ആണ് വെടിവെച്ചിരിക്കുന്നത്, നന്നായി ആസൂത്രണം ചെയ്തതാണ്, പക്ഷെ കാര്യമായ പരിക്കൊന്നും ഉണ്ടായില്ല. 3 തവണ ആ കേബിൾ ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. കേബിളിൻ്റെ ഡേറ്റ് 1976 സെപ്റ്റംബർ 6. അന്ന് തന്നെ സംഭവിച്ചതായിരിക്കണം. അപ്പോൾ ഡേറ്റൊക്കെ കിട്ടി. 1976 സെപ്റ്റംബർ 6. അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിച്ച് 1977 മാർച്ച് 21 വരെയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്. 21 മാസം. ആ മറ്റേ ഡൽഹിയിലെ ഈ സംഭവങ്ങൾ, ഇയാളുടെ വൃത്തികേടുകൾ ധാരാളം അക്കാലത്ത് നടന്നല്ലോ. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 6 1976 ഇവിടുത്തെ അമേരിക്കൻ എംബസിയിൽ നിന്ന് വാഷിങ്ടണിലേക്ക് പോയ കേബിൾ 4-5 വരികയുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയെ 3 തവണ ഓഗസ്റ്റ് 30-നോ 31-നോ അജ്ഞാതൻ വെടിവെച്ചു. രഹസ്യ ഉറവിടത്തിൽ നിന്നാണ് ഈ വിവരം കിട്ടിയത്. ഗുരുതരമായ പരിക്കേറ്റില്ല, നല്ല ശക്തിയുള്ള റൈഫിൾ ആയിരുന്നു, നന്നായി ആസൂത്രണം ചെയ്ത വധശ്രമം ആയിരുന്നു. ഉത്തർപ്രദേശിൽ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സംഭവം. ഇന്ത്യൻ ചാരസംഘടന പറയുന്നത് പ്രകാരം ഇത് 3ാമത്തെ വധശ്രമമാണ്. സഞ്ജയ് ഗാന്ധിക്കെതിരായ 3ാമത്തെ വധശ്രമം. ഇപ്പോൾ ഇത് രഹസ്യമാണ്, ടോപ്പ് സീക്രട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ രഹസ്യമാണ്. ഇത് പിന്നെ കൊട്ടേഷൻ മാർക്കിലാണ് അടുത്ത ഭാഗം പറയുന്നത്. ഇത് ബാഹ്യശക്തികൾ സ്പോൺസർ ചെയ്ത വിപ്ലവ ശക്തികളിൽ ചാർത്തപ്പെടും. അവരാണെന്ന് പറയപ്പെടും. സർക്കാർ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ സർക്കാർ ഇതിനെപ്പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല. ഇപ്പോഴത്തെ സർക്കാരും ഈ ക്ലാസിഫൈഡായ ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ലേ ഇന്ത്യൻ ചാരസംഘടന ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇന്ത്യൻ ചാരസംഘടനയായിട്ട് ബന്ധപ്പെട്ടവരിൽ നിന്നാണ് ഈ അമേരിക്കയ്ക്ക് വിവരം കിട്ടിയതെന്ന് തോന്നുന്നു ഈ കേബിൾ വായിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ക്ലാസിഫൈഡായിട്ട് ഈ വിവരം കിടക്കുകയാണെങ്കിൽ അത് ഡീക്ലാസിഫൈ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ വിക്കിലീക്സ് പറയുന്നത് വരെ ഇത് നമുക്കറിയില്ല. അമേരിക്ക അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സഞ്ജയ് ഗാന്ധി ആണ് ഈ അടിയന്തരാവസ്ഥക്കാലത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്തിരുന്ന അതോറിറ്റി, ബാഹ്യശക്തി. പക്ഷേ സഞ്ജയ് ഗാന്ധി ഒരു സ്മോൾ ഫ്രൈ, വലിയ കാര്യമൊന്നുമില്ലാത്തവനാണ് ഇന്ദിരാഗാന്ധി കരുതിയിരുന്നതെന്ന് ഒരു കേബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ അമ്മയെ വെല്ലുവിളിക്കുന്ന ശക്തികൾക്കെതിരെ ആണെന്ന് പയറ്റിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നു. ജനതാ പാർട്ടി പല എമർജൻസി എക്സസസ്, ഈ അതിക്രമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷണങ്ങളിലൊന്നും ഇത് വന്നിട്ടില്ല. ഈ സംഭവം വന്നിട്ട് അല്ല. നമ്മൾ ഇതിനു മുമ്പ് ഇത് 3ാമത്തെ എന്ന് പറയുമ്പോൾ 2 വേറെ നടന്നിട്ടുണ്ട്. അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഇല്ല, അതിലൊരെണ്ണം പിന്നീടുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ കിട്ടുന്ന വിവരം 1977 മാർച്ചിൽ. അത് ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പം അതിന് മുമ്പ് 3 ഒക്കെ മറ്റേ 4ാമത്തെ 1977 മാർച്ചിൽ ഡൽഹിക്ക് തെക്ക് കിഴക്ക് കാറിൽ നിന്ന്
സഞ്ജയ് ഗാന്ധിയുടെ കാറിൽ നിന്ന് 300 മീറ്റർ അകലെ ക്യാമ്പയിൻ നടക്കുമ്പോൾ, സഞ്ജയ് ഗാന്ധി ക്യാമ്പയിൻ നടത്തുമ്പോൾ അജ്ഞാത തോക്കുധാരികൾ വധശ്രമം നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3, 4 അഞ്ചാമത്തതിലാണ് പോയതല്ലേ? അത് സംശയാസ്പദമായിരിക്കാം. കാരണം 1980 ജൂൺ 23 വിമാനാപകടത്തിൽ ആണ് മരിക്കുന്നത്. അഞ്ചാമത്തത് അതെ, ഒരു ലക്ഷ്യം കണ്ടു എന്നാണോ പറയുന്നത്? അപ്പോൾ അന്ന് മര്യാദക്കുള്ള ഷൂ ഒക്കെ ഇട്ട് വേണം വിമാനത്തിൽ പോകാൻ എന്നൊക്കെ രാജീവ് ഗാന്ധി ഉപദേശിച്ചിരുന്നു. പക്ഷേ ഇയാൾ കോലാപുരി ചപ്പലാണ് ഇട്ടിരുന്നത്. ഈ കോലാപുരി ചപ്പൽ ഇട്ട് പോകാൻ പറഞ്ഞത് ഷൂട്ട് പോയനെ സഞ്ജയ് ഗാന്ധി അല്ലേ? അതെ, അങ്ങനെ പോയേനെ. കൂടെ പൈലറ്റ് സുഭാഷ് സക്സേന ഉണ്ടായിരുന്നു, അങ്ങേരും കൊല്ലപ്പെട്ടു. അപ്പോൾ ഹെലികോപ്റ്റർ ആയിരുന്നു അതോ ഫ്ലൈറ്റോ? അത് പിറ്റ്സ് S-2A വിമാനം ആയിരുന്നു. കുർത്ത പൈജാമ ആണ് ഇട്ടിരുന്നത്, അല്ലാതെ മറ്റേ പാൻ്റൊന്നുമില്ല. പുള്ളിയുടെ സ്ഥിരം വേഷം അതാണല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ് പോലെ. താഴ്ന്ന് പറത്തി ആവശ്യമില്ലാത്ത അഭ്യാസങ്ങളൊക്കെ വിമാനത്തിന്റെ അകത്ത് നടത്തിയിരുന്നു. ഇങ്ങനെ പറക്കും, ഇങ്ങനെ പരിപാടിയൊക്കെ അല്ലേ. തിരിച്ചുപിടിക്കട ബൈക്ക് ഓടിക്കുന്ന പറഞ്ഞു കാണും. പാവം പൈലറ്റ് എന്ത് ചെയ്യാനാ? അതെ, അപ്പൊ അങ്ങനെ വിമാനത്തിനും ഒക്കെ ഒരു പരിധിയില്ലേ സഹിക്കുന്നതിന്? അതെ, അതിന് ഇഷ്ടപ്പെടുവോ? അപ്പോൾ മറ്റേ 1980 ജൂൺ 23 അകാലത്തിൽ. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അതിനെപ്പറ്റി വല്ല ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതും ഈ സർക്കാർ എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു? അല്ല, ഒരധികാരവും ഇല്ലാതിരുന്നിട്ടും പാരമ്പര്യമായുള്ള ഒരു അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഒരു രാജ്യത്തെ ജനതയോട് അതിനിഷ്ഠൂരമായി പെരുമാറിയ ഒരു നരാധമനായിരുന്നു സഞ്ജയ് ഗാന്ധി. ഞാൻ അങ്ങനെ പറയും. കുഴപ്പമുണ്ടോ? ഇല്ല, അങ്ങനെയായിരുന്നു. കാരണം ആ കാലമൊക്കെ വല്ലാത്ത ഓർമ്മകളാണ്. ആ കാലത്ത് എമർജൻസി പിൻവലിച്ചിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് വരുന്ന ഇങ്ങനെ കാത്തിരിക്കും. ഇന്ത്യൻ എക്സ്പ്രസ് ഭയങ്കര ഫൈറ്റ് ആയിരുന്നല്ലോ. എഡിറ്റോറിയൽ ബ്ലാങ്ക് ആയിട്ട് ഇടക്കറിയാം. കേരളത്തിലാണെങ്കിൽ ഭയങ്കര അതനുസരിച്ച് ട്രെയിനൊക്കെ കൃത്യമായിട്ട് വരുന്നു. എന്തൊരു നല്ല കാര്യം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ കരുണാകരനെ എല്ലാവരും കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു, നാപടക്കൂ പണിയെടുക്കുന്നായിരുന്നല്ലോ. കരുണാകരനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു. പിന്നെയാണ് നമ്മളിവിടെ രാജൻ കേസ്, വിജയൻ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മലയാളി എന്ത് ചെയ്തു? ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരെ വിധി എഴുതിയപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ഒത്താശ ചെയ്ത, അടിയന്തരാവസ്ഥ നടത്തിയവരുടെ പാദപൂജ നടത്തി മലയാളി. അതെ, അങ്ങനെ ചെയ്തു. അങ്ങനെയുണ്ട്. നമ്മൾ മലയാളി ആൾ പുലിയാടാന്നല്ല, മലയാളി ആൾ പട്ടിയാടാന്ന് തെളിയിച്ച്, അതായത് യജമാന ഭക്തി അല്ലേ? അത് ആ രാജമാണിക്യം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ മമ്മൂട്ടി പറയുമല്ലോ, അവൻ ഒരു പുലിയാണ്, ഒരു സിംഹം പറയില്ലേ? അതായത് നമ്മൾ യജമാന ഭക്തി കാണിച്ചു. അത് നമ്മുടെ ഒരു ഹിപ്പോക്രസി ഉണ്ട് സാർ. നമുക്ക് ഓഫീസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മതി, ട്രെയിൻ കൃത്യമായിട്ട് ഓടിയാൽ മതി, നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ ഏത് അടിയന്തരാവസ്ഥയും പട്ടാള ഭരണവും വന്നാലും നമുക്കൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടുന്നത് വരെ ഞാൻ സുരക്ഷിതരാണ്. അതെ, അത് ഇപ്പോഴും നമ്മളൊരു വൃത്തിയും മെനയുമില്ലാത്ത ഒരു ഇതാണെന്ന് കഴിഞ്ഞ ദിവസം ആ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ സംഭവം കണ്ടപ്പോഴും തോന്നി. അതെ, അപ്പം തന്നെ പട്ടാളത്തെ വിളിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കുമായിരുന്നു. എന്താണ് കാട്ടിക്കൂട്ടിയത്? എന്ത് വൃത്തികേടായിട്ടാണ് ഒരു മനുഷ്യജീവൻ കൈകാര്യം ചെയ്തത്? ഒന്നാമത് അത് ഒഴുകി പോകില്ലായിരുന്നു, കാരണം അതിൻ്റെ അകത്ത് മുഴുവൻ ചവറ. അറ്റം വരെ ഒക്കെ നോക്കേണ്ട കാര്യം പോലും ഇല്ല. ഈ ചവറിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ചവറ് പോകാൻ പറ്റില്ല. എന്നിട്ട് 13 കിലോമീറ്ററോ മറ്റോ ഈ ആമയിഴഞ്ചാൻ തോടുണ്ട്. അതിൽ 1 കിലോമീറ്റർ റെയിൽവേയുടെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നുള്ളൂ. എന്നിട്ടാണ് റെയിൽവേയുടെ മുതുകത്ത് കയറി റെയിൽവേ സമാധാനം പറയണമെന്ന്. ഇന്ന് രാവിലെ TG നമ്മളുമായിട്ടുള്ള വേറെ വർത്തമാനത്തിൽ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ പെരിയാറിലെ മലിനീകരണം റെയിൽവേ സമാധാനം പറഞ്ഞു. കാരണം പെരിയാറിന് റെയിൽവേയുടെ പാലം പോകുന്നുണ്ട്. അതിന്റെ മുകളിൽ കൂടി കേരളത്തിലെ മുഴുവൻ നദികളുടെ കായലിന്റെ മുറുകെ റെയിൽവേ പാലം ഉള്ളതുകൊണ്ട് റെയിൽവേ ആണ് നദികളുടെ സംരക്ഷണം. എന്നാലും ഇതുപോലത്തെ ഒരു രാജ്യം അല്ലേ കേരള രാജ്യം എന്നല്ലേ പറയുന്നത്? അതെ, ഈ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഈ വർത്തമാനമൊക്കെ പറഞ്ഞു നടക്കുന്നവര് ഈ സഞ്ജയ് ഗാന്ധിയെ പറ്റിയൊക്കെ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. അതെ, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ജനാധിപത്യം, ഭരണഘടന, കുന്തം, കുടച്ചക്രം എന്നൊക്കെ സജീവ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുമ്പോൾ ആലോചിക്കണം.
നിങ്ങളുടെ മഹാറാണിയുടെ മകൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതിരുന്നിട്ടും ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും എന്താണ് ചെയ്തതെന്ന്. 150 പേര് കൊല്ലപ്പെട്ട കഥയൊക്കെയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ വലിയ സിനിമകളൊക്കെ ആയിട്ടാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കേണ്ടത്. അതെ അതെ. അങ്ങനെ സത്യത്തിൽ ജനത്തിനൊരു അവബോധം ആ കാലത്തിനെ പറ്റി ശരിക്കും ഇല്ല. ഇംഗ്ലീഷിലൊക്കെ ചില പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ മലയാളിക്ക് ഒരു നല്ല പുസ്തകം പോലും കിട്ടിയിട്ടില്ല. അതെ അതെ. അതുകൊണ്ട് സഞ്ജയ് ഗാന്ധിയുടെ ആ ഓർമ്മയ്ക്ക് ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. വിരോധമുണ്ടോ? വിരോധമുണ്ട്. സഞ്ജയ് ഗാന്ധിമാർ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നു.